മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽസമ്മയെ വൃദ്ധസദനത്തിലേക്ക് അയക്കാൻ ശ്രമിച്ച കൂടപ്പിറപ്പുകളെ പോലീസ് വന്ന് കയ്യേറ്റം ചെയ്ത് എൽസമ്മയെ അലീന നോക്കിയാൽ മതി എന്ന തീരുമാനം എടുക്കുകയാണ്. രാത്രിയിൽ ഉറക്കമുണർന്ന അലീന ടെൽസയെയും റീതാമ്മയുടെ മൂത്ത മകനെയും മോശമായ രീതിയിൽ വീടിന് പുറത്തു വെച്ച് കാണുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രഭാതമായിരിക്കുകയാണ്. അലീന കിച്ചണിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാർപോർച്ചിൽ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടു. ദോശക്കല്ലിൽ കിടന്ന ദോശ മറിച്ചിട്ട് സ്റ്റൗ കെടുത്തിയിട്ട് കയ്യിൽ ചട്ടുകവും പിടിച്ച് അവൾ സിറ്റൗട്ടിലേക്ക് തിടുക്കത്തിൽ ചെന്നു. എന്നാൽ അപ്പോഴേക്കും ജെറിയുടെ ബൈക്ക് ഗേറ്റ് കടന്ന് പോയി കഴിഞ്ഞിരുന്നു. അത് കനത്ത പുക തുപ്പി നിരത്തിലൂടെ പാഞ്ഞു പോകുന്നത് നോക്കി അലീന രോഷാകുലിയായി നിമിഷങ്ങളോളം നിന്നു. പിന്നെ തിരികെ കിച്ചണിലേക്ക് പോന്നു. കുട്ടികൾ 3 പേരും പുസ്തകവും നിവർത്തിവെച്ച് അലസരായി ഇരിക്കുന്നത് അവൾ കണ്ടു. ഇവരുടെ ജീവിതത്തിന്റെ ടൈം ടേബിൾ സമൂലം അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നുവെന്ന് അലീന ഓർത്തു. കുളിക്കാൻ മടിച്ചിയായ ടെൽസയെ അലീന വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ചാണ് കുളിപ്പിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചപ്പോൾ ടാനിയ റീതാമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഭാവിച്ചു. അങ്ങോട്ട് പോകണ്ട, അലീന വിലക്കി. എനിക്ക് പോകണം, ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. നിനക്ക് ഇവിടുന്ന് കഴിച്ചാൽ എന്താ? അതിനല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ റീതാമ്മയുടെ വീട്ടിൽ പോകാൻ പാടില്ല, അലീന കർക്കശ സ്വരത്തിൽ പറഞ്ഞു. എന്നെ ഭരിക്കാനൊന്നും ആരും നോക്കണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ടാനിയ പറഞ്ഞു. അലീന അവൾക്ക് നേരെ തിരിഞ്ഞു. ഭരിക്കാൻ തന്നെയാ ഞാൻ വന്നിരിക്കുന്നേ. കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന ഈ വീട് നേരെയാക്കാമോന്ന് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാ. ഇതിനകത്ത് എൻ്റെ അനുവാദമില്ലാതെ ഒന്നും നടക്കില്ല. അലീനയുടെ മുഖത്തെ കടുത്ത നിശ്ചയദാർഢ്യം ടാനിയെ അമ്പരിപ്പിച്ചു. ഞാനൊന്ന് ഫോൺ ചെയ്താൽ അരമണിക്കൂറിനകത്ത് പപ്പ ഇവിടെ എത്തും. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് പിന്നൊന്നുകൂടി അത് ആവർത്തിക്കേണ്ടി വരില്ല. ആ ഭീഷണി ഏറ്റു. ടാനിയ റീതാമ്മയുടെ വീട്ടിലേക്ക് പോയില്ല. പക്ഷെ അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുമില്ല. ടെൽസയും ടോജോയും കഴിച്ചു. ടാനിയ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ട് പോകാനിറങ്ങി. അലീന സിറ്റൗട്ട് വരെ അവളോടൊപ്പം ചെന്നു. ടാനിയയുടെ കൈ പിടിച്ച് കൈക്കുള്ളിൽ 100 രൂപയുടെ നോട്ട് വെച്ചു കൊടുത്തു. എന്നോടുള്ള വാശിക്ക് പട്ടിണി ഇരിക്കണ്ട, എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോളണം. എനിക്ക് വേണ്ട. വേണ്ടെങ്കിലും ഇത് കയ്യിലിരുന്നോട്ടെ. അലീന തിരിച്ചു പോന്നു. ടാനിയ കയ്യിലിരുന്ന നോട്ടിലേക്ക് നോക്കി. ഒന്ന് സംശയിച്ച ശേഷം അവൾ അത് ഫയലിനുള്ളിൽ വെച്ചു. വൈകുന്നേരം ടോജോയും ടെൽസയും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അലീന കിച്ചണിൽ നിന്ന് തിളയ്ക്കുന്ന എണ്ണയിൽ ഏത്തയ്ക്കാപ്പം പൊരിച്ചെടുക്കുകയായിരുന്നു. മൂക്ക് വിടർത്തി അതിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം ആസ്വദിച്ചുകൊണ്ടാണ് ടെൽസ കിച്ചണിലേക്ക് വന്നത്. പൊരിച്ച ഏത്തയ്ക്കാപ്പങ്ങൾ വച്ചിരുന്ന സ്റ്റീൽ ചരുവത്തിലേക്ക് അവൾ കൈയിട്ട് വാരി. ഉടൻ അവളുടെ കയ്യിൽ പിടുത്തം വീണു. അതവിടെ വയ്ക്ക്, അലീന ശാസിച്ചു. എനിക്ക് വേണം, ടെൽസ ചിണുങ്ങി. തരാം, ആദ്യം പറയുന്നത് കേൾക്ക്. അലീന അവളുടെ കൈ കുടഞ്ഞ് കുത്തി വാരി പിടിച്ചിരുന്ന 4-5 ഏത്തയ്ക്കാപ്പം ബേസിനിൽ ഇടിവിച്ചു. അതിനുശേഷം ടെൽസിയെ വാഷ് ബേസിനടുത്തേക്ക് നടത്തിക്കൊണ്ടുപോയി അവളുടെ 2 കൈയും മുഖവും കഴുകിച്ചു. ടവലെടുത്ത് അവളുടെ മുഖം തുടച്ച് നെറ്റിയിലൊരു ഉമ്മയും കൊടുത്തു. അതുവരെ ഗർഭിച്ചു നിന്നവൾക്ക് ചിരി വന്നു. എനിക്ക് 5 ഏത്തയ്ക്കാപ്പം വേണം. 10 തരും, മതിയോ? ടെൽസയ്ക്ക് സന്തോഷമായി. ആ ടേബിളിൽ പോയി നല്ല കുട്ടിയായിട്ടിരിക്കെ, അപ്പോഴേ ഞാൻ തരുള്ളൂ. ആം, ടെൽസ വേഗം പോയിരുന്നു. അലീന ഒരു പ്ലേറ്റിൽ ഏത്തയ്ക്കാപ്പം എടുത്ത് അവരുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ടെൽസി അത് എണ്ണി നോക്കി. ഇത് 3 ഉള്ളൂ. അത് തിന്നു തീരുമ്പം അടുത്ത 3, അത് തീരുമ്പം പിന്നെയും 3, അങ്ങനെ പോരെ? അതും തീരുമ്പോഴോ? അതും തീരുമ്പം 2 ഉണ്ടക്കല്ല് തരും നിനക്ക് ഞാൻ. ടോജോ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ടെൽസയ്ക്കും ചിരി വന്നു. അതും തീരുമ്പം ഒരാണത്തല തരും. അയ്യോ, ടെൽസ ചിരിച്ചുകൊണ്ട് നിലവിളിച്ചു. അലീന അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. ടാനിയ വന്നപ്പോൾ 5 മണിയായി. അവൾ കിച്ചണിലേക്ക് വന്നതേയില്ല. അവളുടെ മുറിയിൽ തന്നെ ഇരുന്നു. അലീന ഒരു ഗ്ലാസ്സിൽ ചായയും പ്ലേറ്റിൽ ഏത്തയ്ക്കാപ്പവും അവളുടെ മുറിയിൽ അവളുടെ പഠനമേശമേൽ കൊണ്ടുവച്ചു. ടാനിയ അനങ്ങിയില്ല. അല്പം കഴിഞ്ഞ് അലീന ചെന്ന് നോക്കിയപ്പോൾ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ചായ തണുത്തു പോകും, അലീന പറഞ്ഞു. എനിക്ക് വേണ്ട. അലീന ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളവും അതിൽ മുക്കി നനച്ച ടവലുമായി വീണ്ടും മുറിയിൽ വന്നു. ചരുവൻ ടേബിളിൽ വെച്ചിട്ട് ടാനിയയുടെ കൈ പിടിച്ച് അതിൽ മുക്കി കഴിക്കാൻ ശ്രമിച്ചു.
ടാനിയ പ്രതിഷേധം പ്രകടിപ്പിച്ചുവെങ്കിലും അലീന വലം പിടിച്ച് കഴിയിച്ചു. നനഞ്ഞ ടവൽ കൊണ്ട് അവളുടെ മുഖവും കഴുത്തും തുടച്ചു. കഴുകിയ കൈകളും തുടച്ചു കൊടുത്തു. നീ വല്ലതും കഴിച്ചായിരുന്നോ? അലീന ചോദിച്ചു. ടാനിയ ഒന്ന് മൂളി. അലീന പാറിക്കിടന്ന അവളുടെ മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ഞാൻ ആരെയും ഭരിക്കാനൊന്നും വന്നതല്ല കേട്ടോ. നിങ്ങളുടെ മമ്മിയെ നോക്കാൻ വേണ്ടി വന്നതാ. അതിനെനിക്ക് നിങ്ങളുടെ സഹായം കൂടി വേണം. വേറെ ആരാ എന്നെ സഹായിക്കാനുള്ളത്? എന്നോട് പിണങ്ങരുത്. നമ്മൾ ഒന്നിച്ചു നിന്നാ മതി. മമ്മിയെ നമുക്ക് എഴുന്നേൽപ്പിച്ച് നടത്തണ്ടേ? അലീന സ്നേഹവായ്പോടെ പറഞ്ഞു. അവൾ ചായ ഗ്ലാസ് എടുത്ത് ടാനിയയുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. ഇതാ മോളെ, ഒരു കവിള് കുടിക്ക്. ഇത്തവണ ടാനിയ അനുസരിച്ചു. അലീന കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. അത് മുഴുവൻ കഴിച്ച് തീർക്കണേ. ഗ്ലാസ് അവളുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അലീന മുറിവിട്ടുപോയി. ടാനിയ ഒരു കവിൾ ചായ കുടിച്ചു. നല്ല ചായ, അവൾ ചിന്തിച്ചു. ഏത്തയ്ക്കാപ്പം ഒരെണ്ണം എടുത്ത് അവൾ കടിച്ചു. അതിനും നല്ല മയവും രുചിയും ഉണ്ടായിരുന്നു. അലീന എലിസമ്മയുടെ അരികെ ഇരിക്കുമ്പോഴാണ് മുറ്റത്ത് ബൈക്കിന്റെ ഒച്ച കേട്ടത്. അവൾ ഉടൻ തന്നെ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നു. ജെറി ബൈക്ക് പോർച്ചിലേക്ക് കയറ്റി സൈഡ് സ്റ്റാൻഡിൽ ചായച്ചു വയ്ക്കുകയായിരുന്നു. സ്വിച്ച് കീ അവൻ ഊരിയെടുത്തു. ടാങ്ക് ബാഗിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറും കൂടി എടുത്തു. ടെൽസ ഇതിനകം സിറ്റൗട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. ജെറി പ്ലാസ്റ്റിക് കവർ ടെൽസയുടെ നേർക്ക് നീട്ടി. അവൾ ഉത്സാഹത്തോടെ അത് വാങ്ങാൻ മുൻപോട്ട് നീങ്ങി. അലീന അവളെ തടഞ്ഞിട്ട് ജെറിയോട് പറഞ്ഞു, ഇവിടെ ഇനി ഇത്തരം സമ്മാനങ്ങളൊന്നും വേണ്ട. നിന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ കൊടുത്താൽ മതി. മുഖത്ത് അടിയേറ്റതുപോലെ അവൻ ചൂളി. അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചപ്പോൾ അലീന പറഞ്ഞു, ഈ ബൈക്കും കൂടി എടുത്തോണ്ട് പോ. ഇതിനി ഇവിടെ വയ്ക്കരുത്. നിനക്ക് വീടും കാർപ്പുറച്ചും ഉണ്ടല്ലോ. ജെറി തിരിഞ്ഞു നിന്നു. ഇതിവിടെ വച്ചാ നീ എന്തു ചെയ്യും? അവൻ വെല്ലുവിളിച്ചതുപോലെ ചോദിച്ചു. ഞാൻ എന്തു ചെയ്യുമെന്നോ? നിന്റെ ഈ വണ്ടിയുടെ 2 ടയറും ഞാൻ കുത്തിക്കീറും. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും നിന്റെ ഈ സാധനം. ധൈര്യമുണ്ടെങ്കിൽ നീ വെച്ചിട്ട് പോടാ. അത് പറയുമ്പോൾ അലീനയുടെ മുഖം ജ്വലിക്കുന്നുണ്ടെന്ന് ഡാനിയയ്ക്ക് തോന്നി. അവൾ ഒച്ച കേട്ട് വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ജെറി തെല്ലിട സംശയിച്ച് നിന്നു. അലീനയെ രൂക്ഷമായി നോക്കിയിട്ട് അവൻ ബൈക്ക് തള്ളിക്കൊണ്ട് തന്റെ വീടിന് നേർക്ക് പോയി. അവിടെ മുറ്റത്ത് ബൈക്ക് സ്റ്റാൻഡിൽ കയറ്റി വെച്ച ശേഷം അവൻ തിരികെ വന്നു. ടെൽസ, നീങ്ങുവാ, അവൻ വിളിച്ചു. മോളെ, നീ പോകരുത്, അലീന എതിർത്തു. ഞാൻ പോകും, ടെൽസ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൾ സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ഉടൻ അലീനയും പിന്നാലെ ചെന്നു. ടെൽസ, നീ വീട്ടിൽ കയറിപ്പോ. അലീന മുൻപിലേക്ക് കയറി വഴി തടഞ്ഞു നിന്നു. ജെറി ടെൽസയുടെ കൈത്തണ്ടിൽ പിടിച്ചു. അവളെ വിട്ടിട്ട് പോ, അലീന അന്ത്യശാസനം എന്ന പോലെ പറഞ്ഞു. വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യുമടി? ജെറി ആക്രോശിച്ചു. തന്റെ ഉടലിലൊരു നിലത്തീപ്പടലം കത്തിക്കയറുന്ന പോലെ തോന്നി അലീനയ്ക്ക്. ടെലസയുടെ കൈ നീ വിട്ടില്ലെങ്കിൽ നിന്റെ ചെകിടത്ത് ഞാൻ അടിക്കും. വിടടാ അവളുടെ കൈന്ന്. ഈറ്റപ്പൊരിയുടേതുപോലെ ഒരു നിൽപ്പായിരുന്നു അത്. മോളെ, നീ വീട്ടിൽ കയറിപ്പോ, അലീന ശാസിച്ചു. ഇല്ല, ടെൽസ ശാഠ്യം പിടിച്ചു. അലീന വീടിന്റെ മുറ്റത്തിന് പിറകിൽ പടർന്ന് ചാഞ്ഞു കിടന്ന പേരയിൽ നിന്നും ഒരു കമ്പ് ഒടിച്ചെടുത്തു. തിടുക്കത്തിൽ അതിന്റെ ഇല കളഞ്ഞു. വടി ഓങ്ങിക്കൊണ്ട് അവൾ താക്കീത് ചെയ്തു. അടിക്ക്, ഞാൻ പറയുന്നതനുസരിക്ക്. നീ പോടി, ടെൽസ പറഞ്ഞു. അതോടെ അലീന വടി ഓങ്ങി ഒരടി കൊടുത്തു. പോടി, പട്ടി പട്ടി പട്ടി, ടെൽസ കരഞ്ഞുകൊണ്ട് ചീറി. അലീന ഒറ്റയടി കൊടുത്തതോടെ അവൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി സിറ്റൗട്ട് ചെന്ന് കയറി. കരച്ചിലും ബഹളവും കേട്ട് റീത്താമ്മയും മറ്റു മക്കളായ ജിമ്മിയും ജൂലിയയും വീട്ടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്നു. എന്താടാ മോനെ പ്രശ്നം? ജെറി, ടെൽസി എന്തിനാ കരയുന്നേ? റീത്താമ്മ ചോദിച്ചു. ടെൽസിയെ ഇവൾ അടിച്ചു, നമ്മുടെ വീട്ടിൽ കയറി പോകരുതെന്ന്. എന്താടി നിനക്ക് ഇത്രയ്ക്ക് സൂക്കേട്? റീത്താമ്മ അലീനയുടെ നേർക്ക് കയർത്തു. സൂക്കേട് എനിക്കല്ല, നിങ്ങളുടെ മകനാണ്, അലീന കത്തിക്കാളുന്ന സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് ആഭാസന്മാരായ ആൺമക്കളുണ്ടെങ്കിൽ അവരെ വല്ല വേശ്യാത്തെരുവിലും പറഞ്ഞയച്ചേക്കണം. ഇനി എന്റെ അനുജത്തിമാരെ തൊടാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ ദൈവമേ, റീത്താമ്മ തലയിൽ കൈവച്ച് പ്രാഗി. നിന്റെ തലയിൽ ഇടുത്തി വെട്ടി പോകത്തെ ഉള്ളടി എന്റെ മോനെപ്പറ്റി ഇങ്ങനെ ഏഷണി പറഞ്ഞാൽ. സംശയമുണ്ടെങ്കിൽ മകനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു നോക്ക് ഏഷണിയാണോന്ന്. ഇന്നലെ രാത്രി 1:30 മണിക്ക് അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി എന്ത് ചെയ്യുകയായിരുന്നെന്ന് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താൽ ഉണ്ടല്ലോ, നിങ്ങളുടെ മകൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും കുറെ കാലം, ഓർത്തോ. റീത്താമ്മയ്ക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വടി താഴെയിട്ടിട്ട് അലീന തിരികെ നടന്നു. തങ്ങളുടെ സിറ്റൗട്ടിൽ വന്ന് കയറി.
കിതച്ചുകൊണ്ട് ചുമരിൽ പിടിച്ച് അല്പം നേരം നിന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. ഒരു ബാധ കയറി ഇറങ്ങിയതുപോലെ അവൾ തളർന്നിരുന്നു. അടഞ്ഞുപോയ ചെവി പെട്ടെന്ന് തുറക്കപ്പെട്ടതുപോലെ, മങ്ങിപ്പോയ കാഴ്ചകൾ ഇപ്പോൾ വ്യക്തമായതുപോലെ. അവൾ പകച്ച് ചുറ്റും നോക്കി. ടാനിയയും ടോജോയും അന്തം വിട്ട് നോക്കി നിൽപ്പുണ്ടായിരുന്നു. റീത്താമ്മ അപ്പുറത്തെ വീട്ടുമുറ്റത്ത് നിന്ന് എന്തൊക്കെയോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അലീന ഹാളിലേക്ക് കയറി. ടെൽസിയെ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. അവൾ പെൺകുട്ടികളുടെ ബെഡ്റൂമിന് നേർക്ക് ചെന്നു. വാതിൽക്കൽ ചെന്നപ്പോഴേ കേട്ടു അകത്തുനിന്ന് ചിണുങ്ങലും ആരോടോ പരാതി പറച്ചിലും ഇടയ്ക്കിടെ ഏങ്ങലടിയും. അലീന മുറിയിലേക്ക് കയറി. ടെൽസ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് തേങ്ങുന്നുണ്ട്. അലീന ഉണ്ടാക്കി കൊടുത്ത ഏത്തക്കാപ്പവും ചായയും ഒന്നും വേണ്ടെന്നാണ് തന്നെത്താൻ പറയുന്നത്. അലീന അരികെ ചെന്ന് വിളിച്ചു, മോളെ. ടെൽസ ഞെട്ടിത്തിരിഞ്ഞു. ഉടനെ വാവിട്ട് കരയാൻ തുടങ്ങി. അലീന കട്ടിലേക്കിരുന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വേണ്ട, എന്നെ തൊടണ്ട. ടെൽസ ഏങ്ങനടിച്ചുകൊണ്ട് അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അലീന അവളെ മുറുകെ ആശ്ലേഷിച്ചു. നനഞ്ഞ കണ്ണിലും കവിളത്തുമെല്ലാം ഉമ്മ കൊടുത്തു. സാരമില്ല, പോട്ടെടാ, സാരമില്ലെന്നേ, എൻ്റെ പൊന്നല്ലേ, കരയണ്ടാട്ടോ, അലീന പറഞ്ഞു. ടെൽസ അല്പമൊന്ന് അടങ്ങിയെങ്കിലും പിന്നെയും പരാതി പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നെ അടിച്ചു. ഇല്ലടാ. അലീനയ്ക്കും കരച്ചിൽ വന്നു. ചേച്ചി മോളല്ലല്ലോ അടിച്ചത്, അവനെയാ, ജെറിന്ന് പേരുള്ള ആ ചെകുത്താനെ. അല്ല, എന്നെയാ, ദേ ഇവിടെ അടിച്ചേ. ടാനിയും ടോജോയും മുറിയിൽ വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരച്ചിലാണ്. അലീന അവളെ തലോടുകയും ഉമ്മ കൊടുക്കുകയും സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ഒരു ബാലിക എന്ന പോലെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ടെൽസ ചുരിദാറിന്റെ പാൻസ് തെറുത്ത് കയറ്റി മുട്ടിനു താഴെ കാൽവണ്ണയിൽ തെളിഞ്ഞ പാടുകൾ തൊട്ടു കാണിക്കുന്നു. ചുവന്നു തിണർത്ത് കിടപ്പുണ്ട്. അവളത് ടാനിയെയും ടോജോയെയും കാണിച്ചു. ഇവളടിച്ചതാ, നോക്കിക്കേ. എത്ര പറഞ്ഞിട്ടും അവൾക്ക് സങ്കടം തീരുന്നില്ല. അലീന ആ പാടുകൾക്ക് മീതെ മൃദുവായി തലോടി. ഇനി അടിക്കില്ലെന്ന് വാഗ്ദാനം നൽകി. കുറെ കഴിഞ്ഞപ്പോൾ അവൾ അതെല്ലാം മറന്നു. അവൾക്കിനിയും ഏത്തയ്ക്കാപ്പം വേണമെന്ന് അലീനയോട് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അലീന എഴുന്നേറ്റ് പോയി ഒരു സോസറിൽ ഏത്തയ്ക്കാപ്പം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. കിടക്കയിലിരുന്ന് അത് തിന്നുകൊണ്ട് അവൾ അലീനയെ നോക്കി ചിരിച്ചു. ഇത് നല്ലതാ, നല്ല രുചിയാ. അലീന പെട്ടെന്ന് മുറിവിട്ടിറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ടാനിയ ചെന്ന് നോക്കുമ്പോൾ അവൾ അടുക്കളയുടെ ഭിത്തി ചാരി നിന്ന് അടക്കിപ്പിടിച്ച് കരയുന്നത് കണ്ടു. ടാനിയ ഉടൻ തിരികെ പോന്നു. രാത്രിയിൽ കുളത്തൂപ്പുഴയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ അലീന പപ്പയോട് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, എത്രയും വേഗം ടെൽസയെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണം. രണ്ട്, റീത്താമ്മയുടെയും തങ്ങളുടെയും വീടുകൾക്കിടയിൽ ഉടൻ തന്നെ ഒരു മതിൽ കെട്ടണം. ഏതോ സ്വപ്നത്തിന്റെ പാതി വഴിയിൽ ചെറുതായി ഞെട്ടി ഉണരുകയായിരുന്നു ടാനിയ. അവൾ സ്ഥലജല വിഭ്രാന്തിയോടെ കൺമിഴിച്ചു നോക്കി. മുറിയിൽ വെളിച്ചമുണ്ട്. അലീന അരികിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അവളാണ് തന്നെ തട്ടി ഉണർത്തിയതെന്ന് ടാനിയക്ക് മനസ്സിലായി. സമയം എത്രയായിന്നറിയോ? 5 മണി കഴിഞ്ഞു. എഴുന്നേൽക്ക്, പഠിക്കണ്ടേ, അലീന പറഞ്ഞു. ടാനിയക്ക് ഈർഷ്യ തോന്നി. വെളുപ്പാങ്കാലത്തെ സുഖാലസ്യത്തിൽ അമർന്നുള്ള ഉറക്കത്തിലാണ് വിളിച്ചുണർത്തൽ. അവൾ മറുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ ഭാവിച്ചപ്പോൾ അലീന കയ്യിൽ കടന്നു പിടിച്ചു. ഇനി ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഈ സമയത്ത് ഞാൻ എണീക്കാറില്ല, ടാനിയ നീരസത്തിൽ പറഞ്ഞു. ഇന്നു മുതൽ നമുക്കിതൊരു ശീലമാക്കണം. ആദ്യത്തെ 2-3 ദിവസത്തെ ബുദ്ധിമുട്ടേയുള്ളൂ, പിന്നെ താനെ ഉണരും. എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ, ടാനിയ അനിഷ്ടത്തോടെ പുരികം ചൊളിച്ചു. അലീന കട്ടിലിരുന്നു. അങ്ങനെ പറയല്ലേ മോളെ, നിങ്ങളുടെ മമ്മി കിടപ്പിലാണ്. നീയാണ് ഈ കുടുംബത്തിലെ മൂത്തവൾ, നിന്റെ ഇളയവരെ കൂടി നേർവഴിക്ക് നടത്തേണ്ടവൾ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് നിനക്കുള്ളത്. നിന്നെ പ്രസവിച്ച അമ്മയല്ലേ തൊട്ടപ്പുറത്തെ മുറിയിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുന്നേ. രാത്രി മുഴുവൻ അമ്മയുടെ അരികെ ഇരുന്ന് ശുശ്രൂഷിക്കാൻ കടപ്പെട്ടവളല്ലേ നീ. എത്രയോ തവണ അമ്മയെ തിരിച്ചും മറിച്ചും കിടത്തണമായിരുന്നു. അമ്മയ്ക്ക് ദാഹിക്കുമ്പോൾ എത്രയോ തവണ കുടിക്കാൻ കൊടുക്കണമായിരുന്നു. അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റുമോ? ഇതെല്ലാം വേണ്ട പോലെ ചെയ്യാൻ വേണ്ടിയാ റീത്താമ്മ ആൻറ്റിയും അങ്കിളുമാരും കൂടി മമ്മിയെ ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് വരെ വരുത്തിയത്. ആരാ അതിന് സമ്മതിക്കാഞ്ഞത്? ടാനിയെ കിടന്നുകൊണ്ട് അമർഷത്തോടെ അലീനോട് ചോദിച്ചു. നമ്മുടെ അപ്പനും അമ്മയും വയ്യാതെ കിടപ്പായാൽ അവരെ വൃദ്ധസദനത്തിലോ അഗതി മന്ദിരത്തിലോ ഉപേക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്? നീയും ഒരിക്കൽ എണീക്കാൻ വയ്യാതെ സംസാരിക്കാനാവാതെ കിടന്നിട്ടുണ്ട്.
നിന്റെ തന്നെ മലമൂത്രാദികളിൽ കിടന്ന് ഇഴഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു പൈതലായിരുന്ന നിന്നെ ആ അമ്മയാണ് ഒരറപ്പുമില്ലാതെ എടുത്ത് കുളിപ്പിച്ച് ഉടുപ്പിടിവിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് സുന്ദരിയാക്കിക്കൊണ്ട് നടന്നത്. അങ്ങനെ എത്രയോ വർഷം. ആ അമ്മയെ ഒരു ദിവസം പോലും ശുശ്രൂഷിക്കാൻ നിനക്ക് വയ്യെങ്കിൽ അതെത്ര വലിയൊരു നന്ദികേടാണ്. നീ ഒരിക്കൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി പ്രായം ചെന്ന് അല്ലെങ്കിൽ രോഗം വന്ന് കിടപ്പിലായി പോയാൽ നിന്റെ മക്കൾ നിന്നോട് ഇതുതന്നെ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുമോ? ടാനിയക്ക് ഉത്തരം മുട്ടി. മോളെ, പെറ്റമ്മയുടെ സ്നേഹവും ലാളനയും കിട്ടാതെ ഒരഗതി മന്ദിരത്തിൽ വളർന്നവളാ ഞാൻ. എൻ്റെ അമ്മയല്ല ആ മുറിയിൽ കിടക്കുന്നത്. എന്നിട്ട് ഞാൻ അവരെ നോക്കുന്നില്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? അത് നിന്റെയും ടെൽസയുടെയും ടോജോയുടെയും അമ്മയായതുകൊണ്ട് മാത്രമാ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. ഞാനിപ്പം നിന്നെ വിളിച്ചുണർത്തിയത് മമ്മിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ല. ആ ജോലി ഞാൻ ചെയ്തോളാം. ഇതുവരെ ഉണ്ടായിരുന്ന അലസതയെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ പഠിക്കണം. ഇന്നു മുതൽ ഒരു പുതിയ ടൈം ടേബിൾ നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. അത് വലിയ മാറ്റം കൊണ്ടുവരും ഈ കുടുംബത്തിലും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും. അത്രയും പറഞ്ഞ് അലീന എഴുന്നേറ്റ് മുറിവിട്ടു പോയി. ടാനിയ പുതപ്പ് വലിച്ച് തല മൂടി തിരിഞ്ഞു കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. ചില മർമ്മസ്ഥാനങ്ങൾ കുത്തി നോവിക്കപ്പെട്ടതുപോലെ ഉറക്കം എവിടെയോ പോയൊളിച്ചു. മൂടി നിവർന്ന് കോട്ടുവായിട്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു തല മാന്തി. അല്പസമയത്തിനുള്ളിൽ അലീന ഒരു ട്രേയിൽ കപ്പും സോസറും മഗ്ഗിൽ വെള്ളവുമായി വന്നു. കപ്പും സോസറും മേശവിൽ വച്ചിട്ട് അവൾ മഗ്ഗിലെ വെള്ളം ടാനിയയുടെ വായിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. കുലുക്കുഴിയാൻ വേണ്ടിയാ. ആദ്യമൊന്നും മടിച്ചെങ്കിലും ടാനിയ വെള്ളം വായിലേക്കെടുത്ത് കുലുക്കുഴിഞ്ഞു. ഇതിലേക്ക് തന്നെ തുപ്പിക്കോ. ടാനിയ ഇല്ലെന്ന് തല വെട്ടിച്ചു. സാരമില്ലടി, ഞാനിത് വൃത്തിയായിട്ട് കഴുകിക്കോളാം. മടിച്ച് ടാനിയ പ്ലാസ്റ്റിക് മഗ്ഗിലേക്ക് തുപ്പി. ട്രേയുടെ അരികിൽ വച്ചിരുന്ന നനഞ്ഞ കർച്ചീഫ് എടുത്ത് അലീന അവളുടെ മുഖവും കൺപോളകളും കൺതടങ്ങളും തുടച്ചു. അതിനുശേഷം ട്രേയിൽ വച്ചിരുന്ന കപ്പും സോസറും എടുത്തു കൊടുത്തു. ബ്ലാക്ക് ടീ കുടിച്ചോ, ഉറക്കം പോയിക്കോളും. ടാനിയ കപ്പും സോസറും വാങ്ങി. മോളെ, എന്നോട് നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടെന്നറിയാം. എന്നിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്നത്? എനിക്ക് കുളത്തൂപ്പുഴയിലെ ബംഗ്ലാവിൽ തിന്നും കുടിച്ചും സുഖമായി കഴിഞ്ഞുകൂടിയാൽ പോരെ? ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ലെന്ന് ടാനി തലയാട്ടി. ഉണ്ട്, അലീന തിരുത്തി. എൻ്റെ അനുജത്തിമാരുടെയും അനുജൻ്റെയും സ്നേഹം, നിങ്ങളുടെ ചേച്ചിയാണെന്നുള്ള അംഗീകാരം, നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. നമ്മുടെ അമ്മ രണ്ടാണെങ്കിലും നമ്മളെല്ലാം ഒരേ പപ്പയുടെ മക്കളല്ലേടി. അവളുടെ നെറുകയിലെന്ന് തലോടിയിട്ട് അലീന തിരികെ പോയി. ആവി പറക്കുന്ന കട്ടൻ ചായയുടെ ഗന്ധം ടാനിയ ആസ്വദിച്ചു. ഒരു കവിൾ കുടിച്ചപ്പോൾ ഏലക്കയുടെയും നാരങ്ങാനീരിൻ്റെയും ഇടകലർന്ന രുചി. വൃത്തിയും തിളക്കവുമുള്ള കപ്പു സോസറും. കുറേശ്ശെ രുചിച്ച് ചായ കുടിച്ച് തീർത്ത ശേഷം അവൾ കപ്പും സോസറുമായി മുറിവിട്ടിറങ്ങി. ടെൽസയും ടോജോയും ലിവിംഗ് റൂമിൽ പഠിക്കാനിരിക്കുന്നത് കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. ടോജോ 7:30 മണി വരെ കിടന്നുറങ്ങുന്ന സ്വഭാവക്കാരനാണ്. പക്ഷേ അവൻ മടികൂടാതിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു. ടെൽസ ഇടയ്ക്കിടെ കോട്ടുവായി ഇടുകയും ഞെരിവിരി കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ടാനിയ ചായക്കപ്പും സോസറും അടുക്കളയിൽ കൊണ്ടുപോയി വച്ചു. അവിടെ സ്റ്റൗ കത്തുന്നുണ്ടായിരുന്നു. അലീനെ കാണാഞ്ഞ് അവൾ എൽസമ്മയുടെ മുറിയുടെ വാതിലിനരികെ വന്നു നോക്കി. അലീന എൽസമ്മയുടെ ദേഹം വൃത്തിയാക്കുകയായിരുന്നു. ചെറു ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി ചെറുതായി പിഴിഞ്ഞ് എൽസമ്മയുടെ പാദം മുതൽ കഴുത്ത് വരെ തുടച്ചു. മലിന വസ്ത്രങ്ങളും കിടക്കവിരിയും മാറ്റി. ടാനിയ ഇമയനക്കാതെ നോക്കി നിന്നു. അലീനയുടെ മുഖത്ത് അറപ്പൊന്നുമില്ലെന്ന് അവൾ കണ്ടു. താൻ മുഖം ചുളിച്ചും മൂക്കുപൊത്തി മാത്രമേ മമ്മിയുടെ കിടക്കക്കരികിൽ നിൽക്കുമായിരുന്നുള്ളൂ എന്ന് ടാനിയ ഓർത്തു. അലീന ടെൽസമ്മയെ ചായ്ച്ചു കിടത്തിയപ്പോൾ മമ്മിയുടെ മുതുകിലെ ബാൻഡേജുകൾ ടാനിയയുടെ കണ്ണിൽപ്പെട്ടു. അലീന ഡെറ്റോൾ വെള്ളത്തിൽ പഞ്ഞി മുക്കി ബാൻഡേജ് കുതിർക്കുന്നു. മമ്മിക്ക് വേദനിക്കാതെ മെല്ലെ പൊളിച്ചെടുക്കുന്നു. പഴുപ്പ് കലർന്ന മാംസത്തിൽ നിന്ന് ഓരോ പഞ്ഞിത്തുണ്ടിലും ചോരയും ചലവും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ഞിത്തുണ്ടുകളും നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോരയും പഴുപ്പും ഇരിക്കുന്ന മാംസം കൊണ്ടുള്ള ഒരു ചിരട്ടക്കുഴി മുതുകിൽ ദൃശ്യമായി. അലീന അടുത്ത ബാൻഡേജ് ഡെറ്റോൾ വെള്ളത്തിൽ പഞ്ഞിമുക്കി കുതിർത്ത് അവയിലെയും പഞ്ഞിത്തുണ്ടുകൾ നീക്കം ചെയ്തു. ഒടുവിൽ 4 മാംസക്കുഴികൾ എൽസമ്മയുടെ മുതുകിൽ കാണാറായി. അലീന ഫോൾസ്പേസ് ഉപയോഗിച്ച് സലൈൻ വാട്ടറിൽ മുക്കിയ പഞ്ഞി കൊണ്ട് ഓരോ വ്രണങ്ങളിലെയും പഴുപ്പ് പതിയെ തുടച്ചെടുത്തു. ഉണങ്ങിയ പഞ്ഞി കൊണ്ട് നനവെല്ലാം ഒപ്പി.
ഇത്രയധികം സൂക്ഷ്മതയോടെ ചെയ്തിട്ടും മമ്മിക്ക് വേദനിക്കുന്നുണ്ടെന്ന് ടാനിയക്ക് മനസ്സിലായി. മമ്മിയുടെ ശരീരം ഇടയ്ക്കിടെ ചൂളുന്നു, ചെറിയ ഞരക്കം പുറപ്പെടുവിക്കുന്നു. അലീന ജനലിന് അഭിമുഖമായി ഇരിക്കുന്നതിനാൽ ടാനിയയ്ക്ക് അവളുടെ മുഖപാർശ്വം മാത്രമേ കാണാമായിരുന്നുള്ളൂ. അലീന കത്രിക കൊണ്ട് കൃത്യമായ അളവിൽ പഞ്ഞി മുറിച്ച് അതിൽ ബെറ്റാഡിൻ ഓയിൻമെന്റ് പുരട്ടി വ്രണക്കുഴികൾക്കുള്ളിലേക്ക് പതിയെ അമർത്തി വെച്ചു. അത്തരം കുറേ പഞ്ഞിത്തുണ്ടുകളിൽ പുരട്ടിയപ്പോഴേക്കും ബെറ്റാഡിന്റെ ട്യൂബ് തീർന്നു. അലീന മറ്റൊരെണ്ണം എടുത്തു. ശ്രദ്ധാപൂർവം ജോലി ചെയ്യുന്നതിനിടയിൽ അവളൊരു മൂളിപ്പാട്ട് മൂളിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ മൂളിപ്പാട്ട് നിലയ്ക്കും, പിന്നെയും തുടരും. എൽസമ്മയുടെ ഇടുപ്പിലെയും കണങ്കാലിലെയും വ്രണങ്ങൾ കൂടി അലീന ഡ്രസ് ചെയ്തു. ബാൻഡേജ് ഇട്ട ശേഷം എൽസമ്മയെ താങ്ങിപ്പിടിച്ച് പതിയെ അതീവ സൂക്ഷ്മതയോടെ പുറത്ത് ഡ്രസ് ചെയ്ത വ്രണങ്ങൾ വേദനിക്കാതെ നേരെ കിടത്തി അരയ്ക്കു ചുറ്റും ഒരു മുണ്ടുടുപ്പിച്ചു. നെഞ്ചിൽ ഒരു കോട്ടൺ ടവൽ പുതപ്പിച്ചു. പാദം മുതൽ ഒരു ലിനൻ പുതപ്പിട്ട് മൂടി. ഇപ്പോൾ നല്ല സുഖം തോന്നുന്നില്ലേ? അലീന എൽസമ്മയുടെ തലമുടി തലോടിക്കൊണ്ട് പുഞ്ചിരിയോട് ചോദിച്ചു. രാവിലെ കുളിച്ചു, ഡ്രസ് ചെയ്തു, മരുന്ന് വെച്ചു, എല്ലാ പണിയും തീർന്നു. എൽസമ്മ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും പോരാ. ഈ കിടപ്പിന്ന് നമുക്ക് എഴുന്നേൽക്കണ്ടേ? ഒക്കെ നടക്കും. ഞങ്ങളുടെ ഓർഫനേജിൽ ഒരു ഏലിയാമ്മ ഉണ്ടായിരുന്നു. മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം ഉപേക്ഷിച്ച കേസായിരുന്നു. സംസാരിക്കാം, പക്ഷേ ശരീരം തളർന്നുപോയി. ബെഡ്സോറും വന്നു. ആ അമ്മച്ചി പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും ഇനി എണീക്കില്ല മക്കളേന്ന്, ആയുസ് തീർന്നുവെന്ന്. അമ്മച്ചി എണീറ്റ് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. 3 മാസത്തിനകം ആ അമ്മച്ചി ആരുടെയും കൈ പിടിക്കാതെ എഴുന്നേറ്റ് നടന്നു. സുഖമായി നിറഞ്ഞപ്പം മക്കളൊക്കെ വന്നു കൂട്ടിക്കൊണ്ടു പോകാൻ. അമ്മച്ചി പക്ഷേ പോയില്ല. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് 1 വർഷം സ്നേഹനികേതനിൽ താമസിച്ചു. ഞങ്ങളെ സഹായിച്ചു. പിന്നീട് മക്കൾ വന്ന് കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അലീന പറഞ്ഞു നിർത്തി. വ്രണങ്ങൾ ഒപ്പിയ പഞ്ഞിക്കഷ്ണങ്ങളും മറ്റും പുറത്തു കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ചു. മലിന വസ്ത്രങ്ങളും ബെഡ്ഷീറ്റും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. അതിൻ്റെ വാതിലടഞ്ഞു. ടാനിയ മുറിയിലേക്ക് കയറി ചെന്നു. മമ്മിയുടെ മുഖത്ത് ആശ്വാസമുണ്ടെന്ന് അവൾ കണ്ടു. മരണാസന്നയായ രോഗിയായിരുന്നില്ല അത്. ജീവിതത്തിന്റെ പ്രകാശത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരുടെ മുഖത്തെ തെളിച്ചം. എൽസമ്മയുടെ ബെഡിനരികിൽ നിന്ന് അവൾ പതിയെ വിളിച്ചു, മമ്മി. എൽസമ്മ അവളുടെ നേർക്ക് ഒന്ന് നോക്കി. മമ്മിയുടെ കണ്ണിൽ പഴയതുപോലെ നിർജീവമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. ജീവന്റെ രശ്മി അതിൽ നിന്ന് ഉതിരുന്നുണ്ട്. ടാനിയ കൈത്തണ്ടിൽ തൊട്ടപ്പോൾ എൽസമ്മ ഒന്ന് ചൂളി. മകളെ ഒന്ന് നോക്കിയിട്ട് അവർ പതിയെ മുഖം തിരിച്ചു കളഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ആ കണ്ണുകളിലൂടെ മെഴുനീർ ഊറി വരുന്നത് അവൾ കണ്ടു. മമ്മിക്ക് തന്നോട് പിണക്കമാണെന്നും താൻ തൊട്ടതുപോലും ഇഷ്ടപ്പെട്ടില്ലെന്നും അവൾക്ക് മനസ്സിലായി. വാതി തുറക്കുന്ന ശബ്ദം കേട്ട് ടാനിയ പെട്ടെന്ന് തിരികെ പോവാൻ ഭാവിച്ചു. ടാനിയ, അലീന വിളിച്ചു. നീ എന്താ എന്നെ കണ്ടപ്പം തിരിച്ചു പോണേ? ടാനിയ മിണ്ടാതെ നിന്നു. അലീന അടുത്തേക്ക് ചെന്നു. ഇടയ്ക്കിടെ നീ ഇവിടെ വരണം. മമ്മിയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം. മമ്മിയോട് സന്തോഷമായിട്ട് വർത്താനം പറയണം. നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ മമ്മിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യാനാ? സമ്മതമെന്ന മട്ടിൽ കേട്ടു നിന്നിട്ട് ടാനിയ ഒന്നും മിണ്ടാതെ നടന്നുപോയി. ലിവിംഗ് റൂമിൽ പഠിക്കാനിരുന്നെങ്കിലും അവൾ അലീനയുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ അലീന ജോലി ചെയ്യുന്നത് ഭാഗികമായി അവൾക്ക് കാണാമായിരുന്നു. ടോജോയും ടെൽസിയും പഠിത്തത്തിനിടയിൽ 2 തവണ വഴക്കുണ്ടാക്കിയപ്പോൾ അവൾ വന്ന് 2 പേരുടെയും ചെവിക്ക് പിടിച്ചു. നാളെ മുതൽ അവർ പഠിക്കുന്ന വിഷയങ്ങളും പാഠഭാഗങ്ങളും പരിശോധിക്കുമെന്നും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. മുറ്റമടിക്കാൻ നേരം അലീന ടെൽസിയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. മുറ്റമടിക്കേണ്ട വിധം അവളോടൊപ്പം നിന്ന് കാട്ടിക്കൊടുത്തു. ടെൽസയ്ക്ക് ഒരു ജോലിയും ഏകാഗ്രതയോടെ ചെയ്യാൻ അറിയില്ല. ഒരു ജോലിയും പൂർത്തിയാക്കാൻ അവൾ ശ്രമിച്ചുമില്ല. എല്ലാം പാതി വഴിക്ക് ഇട്ടിട്ടു പോകും. പഠനവും അങ്ങനെ തന്നെയായിരുന്നു. ടോജോയേക്കാൾ മൂത്തവളാണെങ്കിലും താഴ്ന്ന ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. മിക്ക പരീക്ഷകളിലും അവൾ പരാജയപ്പെട്ടിരുന്നു. പക്ഷെ അലീന അവളെ കൂടെ കൂട്ടി ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ടാനിയയ്ക്ക് തോന്നി, വളരെ വേഗം അവൾ കാര്യഗ്രഹണ ശേഷി വീണ്ടെടുക്കുമെന്ന്. ഇന്നലെ വഴക്കുണ്ടായതും അടികിട്ടിയതുമെല്ലാം അവൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു നായ്ക്കുട്ടിയെപ്പോലെ അനുസരണയോടെ അവൾ അലീനയോട് ഇണങ്ങി നിൽക്കുന്നു. ജെറിയുടെ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടപ്പോൾ
ടെൽസ ഇരുന്നിടത്ത് നിന്ന് എണീറ്റതായിരുന്നു. അവൻ ഹോണടിക്കുന്നത് കേട്ട് അവൾ മുറ്റത്തിന് നേർക്ക് നോക്കി. അലീന അടുക്കള വാതിക്കൽ വന്ന് നിന്നു. ടെൽസ പെട്ടെന്ന് ഇരുന്ന് കളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ റീത്താമ്മ വീട്ടിലേക്ക് കയറി വന്നു. വീടിന്റെ സർവാധികാരിയെ പോലെ എല്ലായിടത്തും കയറിയിറങ്ങി നടന്നു. എന്നെ തടയാൻ ചുണയുള്ളവർ നേരിട്ട് വാ എന്ന് വെല്ലുവിളിക്കുന്ന മട്ടിൽ. അവർ എൽസമ്മയെ കിടത്തിയ മുറിയിൽ ചെന്ന് നോക്കി. അവിടുന്ന് അടുക്കളയിലേക്ക് വന്നു. അലീന അവരെ കണ്ടതേയില്ലെന്ന മട്ടിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഹോ, ഒരു പുതിയ ഭരണക്കാരി വന്നിരിക്കുന്നു. ഇത്രയും കാലം എവിടെയായിരുന്നടി നീയൊക്കെ? അലീന ഒന്നും മിണ്ടാതെ തേങ്ങ ചുരുണ്ടുന്ന പണി തുടർന്നു. എന്റെ മോനെപ്പറ്റി നീ ഇന്നലെ എന്താടി പറഞ്ഞത്, എരണം കെട്ടവളെ? നിന്റെ തന്തയുടെയും നിന്നെ പേഴ്ചവെട്ട് തള്ളയുടെ സ്വഭാവമാണ് മറ്റുള്ളവർക്കെന്ന് നീ കരുതിയോ? എന്റെ മോനെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാക്ക് ഞാൻ അരിഞ്ഞു കളയും. വൃത്തികെട്ടവളെ, നിനക്ക് ചുണയുണ്ടോടി ഒന്നുകൂടെ പറയാൻ? അടുക്കളയിലെ ഒച്ച കേട്ട് ടാനിയയും ടെൽസയും ടോജോയും അവിടേക്ക് വന്നു. എന്താടി നീ മിണ്ടാത്തെ? നിന്റെ വായിലെന്താ, വഴുതനങ്ങയാണോ? ഞങ്ങള് പുളിക്കൽക്കാര് ഇന്നേ വരെ അന്തസ്സും അഭിമാനവും വിറ്റ് ജീവിച്ചിട്ടില്ലടി. തറവാട്ടിൽ പിറന്നവരാണ് ഞങ്ങള്, അല്ലാതെ നിന്നെപ്പോലെ കണ്ട അനാഥശാലയിൽ തെണ്ടിക്കേറി വന്നവരല്ല. എന്ത് യോഗ്യതയാണടി നിനക്കുള്ളത് എന്റെ മോനെപ്പറ്റി വേണ്ടാതീനം പറയാൻ? രണ്ടും കെട്ട് ജീവിച്ച ഏതോ തേവിടിശിക്ക് പേച്ചുണ്ടായി ജന്തു. ടാനിയയും ടോജോയും ടെൽസയും അന്തം വിട്ട് നിൽക്കുകയാണ്. അലീന ഇതിന് ചുട്ട മറുപടി തന്നെ പറയുമെന്ന് ടാനിയ കരുതി. ഇന്നലെ അവൾ ഇതേ റീത്താമ്മയുടെ നിരക്ക് അടിമുടി കത്തിച്ചൊലിക്കുന്നത് ടാനിയ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവൾ പ്രതികരിക്കുന്നതേയില്ല. തേങ്ങ ചുരണ്ടിക്കഴിഞ്ഞ് അവൾ കുറെ ചുവന്നുള്ളി എടുത്തു വെച്ച് അതിന്റെ തൊലി കളയുകയാണ്. നാണവും മാനവും തൊട്ടു തേച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ വന്ന് താമസിക്കുവോടി? നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. നീ നിന്റെ തന്തയെ വിളിച്ചു വരുത്തി കുറെ പോലീസുകാരെയും കൊണ്ടുവന്ന് വിരട്ടിയാലൊന്നും പേടിക്കുന്നവരല്ലടി പുളിക്കൽക്കാർ. ടാനിയ മുന്നോട്ട് ചെന്നു. ആന്റി എന്തിനാ വെറുതെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നേ? വെറുതെ ആണോടി? ഇന്നലെ അവളെന്റെ മോനെ പറ്റി അപഖ്യാതി പറഞ്ഞു. നീയും കേട്ടതല്ലേ? എട്ടും പൊട്ടും തിരിയാത്ത പെങ്കൊച്ചിനെ രാത്രി വിളിച്ചിറക്കി അവനേതാണ്ട് ചെയ്തു പോലും. എങ്ങനെ തോന്നിയടി അവൾക്കിത് പറയാൻ? ശത്രുക്കൾ പോലും പറയാൻ അറയ്ക്കുന്ന വൃത്തികേടല്ലേടി അവള് പറഞ്ഞത്? ഓർത്തിട്ട് എന്റെ ചോര തിളയ്ക്കണ്. നീ പറ, ഇവരുടെ നാക്ക് വെട്ടിയെറിഞ്ഞ് കളയണ്ടേ? ബുദ്ധി ഉറയ്ക്കാത്ത പെൺകുട്ടിയാണല്ലോ എന്നുള്ള സഹതാപം കൊണ്ട് അവൻ വല്ലപ്പോഴും മുട്ടായിയോ പലഹാരമോ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. പോരെങ്കിൽ അവന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള വാത്സല്യം കൊണ്ടും. മിനിഞ്ഞാന്ന് രാത്രി അവൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. എന്തായാലും വാങ്ങിച്ചോണ്ട് വന്നതല്ലേ, കൊടുക്കാമെന്ന് വിചാരിച്ച് കൈയോടെ കൊണ്ടുവന്ന് വിളിച്ചുണർത്തി കൊടുത്തതാണോ ഇത്ര വലിയ തെറ്റായിപ്പോയത്? ഉടനെ അവളത് വ്യാഖ്യാനിച്ചിരിക്കുന്നു. റീത്താമ്മ തലതിരിച്ച് അലീനെ നോക്കിയിട്ട് തുടർന്നു. നിന്റെ നാക്ക് പഴുത്തു പോകത്തേ ഉള്ളടി. എന്റെ ചെറുക്കണിന്ന രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. നിനക്കറിയാമോ? ചങ്ക് വിലങ്ങിയ പോലെയായിരുന്നു അവൻ ഇന്നലെ. പാവം, അതുമാതിരി ചീഞ്ഞ വർത്താനമല്ലേ അവന്റെ മുഖത്തു നോക്കി ഇവള് പറഞ്ഞത്. അവനൊരു പാവമായി പോയത് ഇവളുടെ ഭാഗ്യം. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ കത്തി എടുത്തോണ്ട് വന്ന് നേരെ ഇവളുടെ ചങ്കിലോട്ട് കുത്തി കയറ്റിയനെ. ആന്റി ആന്റി അത്രയ്ക്കൊന്നും പറയണ്ട. ജെർജാൻ അത്ര പുണ്യവാളനൊന്നുമല്ലെന്ന് എനിക്കറിയാം. ടാനിയ പറഞ്ഞത് കേട്ട് റീത്താമ്മ സ്തബ്ധയായിപ്പോയി. ഉള്ളിയും പച്ചമുളകും അരിയുകയായിരുന്ന അലീനയും ആശ്ചര്യത്തോടെ മുഖം തിരിച്ചു നോക്കിപ്പോയി. ഈ വീട്ടിലും തനിക്കു വേണ്ടി ഒരു ശബ്ദമുയരുന്നു. റീത്താമ്മ ദേഷ്യത്തോടെ ടാനിയുടെ തൊട്ട് മുമ്പിലേക്ക് ചെന്നു. എന്താടി നീ പറഞ്ഞതിൻ്റെ അർത്ഥം? അർത്ഥവും വ്യാകരണവും ഒന്നും പറയാൻ പറ്റില്ല. ആന്റി അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ലല്ലോ. പിന്നെന്തിനാ ഈ ചോദ്യം? ടാനിയ ചോദിച്ചു. എനിക്ക് മനസ്സിലായടി. 3 ദിവസം കൊണ്ട് നീയൊക്കെ അവളുടെ കക്ഷി ചേർന്നു അല്ലേടി? 10-12 വർഷം എൻ്റെ മക്കളെ പോലെ നിന്നെയൊക്കെ നോക്കി ഞാനും എൻ്റെ മക്കളും നിനക്കൊക്കെ ശത്രുക്കൾ അല്ലേടി? എന്ത് കൈവശമാണടി അവൾ നിനക്ക് കലക്കി തന്നത്? ഇവിടെ ആരും ഞങ്ങൾക്ക് കൈവശം തന്നിട്ടില്ല. ഞങ്ങളാരും കുടിച്ചിട്ടുമില്ല. ടാനിയ പിറുപിറുത്തു. മോളെ ടെൽസ, കൊച്ചിങ്ങ് വന്നേ, ചോദിക്കട്ടെ. ജെറിച്ചായ മോളോട് എന്തെങ്കിലും മോശമായിട്ട് പറയോ ചെയ്യോ ചെയ്തിട്ടുണ്ടോ? റീത്താമ്മ ടെൽസയെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി. ടെൽസ, അലീനെ വിളിച്ചു. ഭക്ഷണം കഴിക്കണ്ടേ? സ്കൂളിൽ പോകണ്ടേ? ആ ശരിയാ, വീട്ടിലെടുത്ത് വച്ചിട്ടുണ്ട് ഭക്ഷണം, അങ്ങോട്ട് വാ. അല്ലെങ്കിലും ഇവിടുന്നല്ലല്ലോ നിങ്ങൾ കഴിച്ചോണ്ടിരുന്നത്, ആണോ? ടാനിയ, നീയും വാ. ഞാൻ വരുന്നില്ല. അതെന്താ? ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണം. ഓഹോ, അപ്പോൾ ഇനി എന്നെ വേണ്ടാന്ന്. ഇന്നലെ തെണ്ടിക്കേറി വന്നവള് ഉരുട്ടിത്തരുന്നത് മാത്രം മതിയെന്ന് അല്ലേടി? എവിടെ ആയിരുന്നടി ഇവളൊക്കെ? എത്ര നാൾ അവൾ ഉരുട്ടിത്തരും?
എത്ര നാൾ ഞങ്ങൾ വല്ലയിടത്തും പോയി കഴിക്കും? ടാനിയ തിരിച്ചും ചോദിച്ചു. വല്ലയിടത്തുമോ? എൻ്റെ വീട്ടിൽ വന്ന് എന്തുമാത്രം ഉരുട്ടി വിഴുങ്ങിയിട്ടുണ്ടടി, എന്നിട്ടിപ്പം വല്ലയിടവുമോ? ആൻറ്റിയുടെ വീടെന്നല്ലേ ആൻറ്റി ഇപ്പോൾ പറഞ്ഞത്? ഞങ്ങളുടെ സ്വന്തം വീടല്ലല്ലോ, ടാനിയ പറഞ്ഞു. നീ ഇനി വിസ്തരിക്കണ്ട. നിന്നെ എനിക്ക് മനസ്സിലായടി. മറ്റവരുടെ കയ്യിൽ പൂത്ത പണവും പുത്തൻ കാറുമൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പം നേരെ അങ്ങോട്ട് ചാഞ്ഞു. കൊള്ളാം മോളെ ടെൽസ, മോള് വാ, അവളെ നോക്കണ്ട. റീത്താമ്മ ടെൽസയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പക്ഷേ ടെൽസ പൂച്ചയ്ക്ക് കയറിട്ടതുപോലെ നിന്നു. അവൾ കൂടെ കൂടെ തലതിരിച്ച് അലീനയെ നോക്കി. അവൾക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അലീനയുടെ അനുവാദമില്ലാതെ പോകാൻ വയ്യ. അലീന പക്ഷേ ശ്രദ്ധിക്കാനേ പോയില്ല. ഒടുവിൽ റീത്താമ്മയുടെ കൈ വിടുവിച്ച് ടെൽസ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ചേച്ചി എന്നെ വഴക്കു പറയും. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല, അവൾ പിന്മാറി. ടോജോ, നീയോ? റീത്താമ്മ ചോദിച്ചു. വരുന്നില്ല എന്ന അർത്ഥത്തിൽ ടോജോ ചുമൽ കൂച്ചി. കൊള്ളാം, നന്നായി. പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കാണല്ലോ കർത്താവേ, ഞാൻ ഇത്രയും നാളും തീറ്റ കൊടുത്തത്. ഇപ്പൊ തിരിഞ്ഞു കൊത്താറായി. എനിക്കും എൻ്റെ മക്കൾക്കും ഇതുതന്നെ കിട്ടണം. തിന്ന ചോറിന് നന്ദിയും കൂറുമില്ലാത്ത ജന്തുക്കള്. റീത്താമ്മ പ്രായിക്കൊണ്ട് ഇറങ്ങിപ്പോയി. അലീന ആഹാരം വിളമ്പി മേശപ്പുറത്ത് വെച്ചു. ടെൽസ കുളിക്കാതെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നത്. അലീന അവളെ വഴക്ക് പറഞ്ഞ് ഓടിച്ച് കുളിമുറിയിൽ കയറ്റി. അവൾ അകത്ത് നിന്നുകൊണ്ട് വാതിലിൽ ഇടിക്കുകയും മാന്തുകയും ചെയ്തു. ടാനിയ, കഴിക്കാൻ വാ, അലീന വിളിച്ചു. മടിയൊന്നും കൂടാതെ ടാനിയ ചെന്നിരുന്നു. അലീന അരികെ നിന്ന് ഓരോന്നും എടുത്തു കൊടുത്തു. ടോജോ നേരത്തെ കഴിച്ചു തുടങ്ങിയിരുന്നു. 5 മിനിറ്റിനുള്ളിൽ ടെൽസ കുളി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. അവൾ തലമുടി നല്ലപോലെ തുവർത്തിയിരുന്നില്ല. അലീന നോക്കിയപ്പോൾ മുടിയിലൂടെ മുതുകിലേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അലീന പോയി തോർത്തെടുത്തു കൊണ്ടുവന്നു. ടെൽസ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കസേരയ്ക്ക് പിന്നിൽ നിന്ന് അലീന അവളുടെ തല തുവർത്തിക്കൊടുത്തു. അലീന നിർത്തിയപ്പോൾ ടെൽസ പറഞ്ഞു, ഇനിയും വേണം ചേച്ചി, തലയിൽ ഇനിയും വെള്ളമുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലാളനകൾ ജീവിതത്തിൽ ആദ്യമാണ്. ഇനി നാളെ കേട്ടോ. അലീന അവരുടെ ടിഫിൻ ബോക്സുകളിൽ ലഞ്ച് നിറയ്ക്കാനായി പോയി. ടാനിയയുടെ യൂണിഫോം അവിടെ ചുളുങ്ങിയതായിരുന്നു. നീ ഇന്നലെ ഇട്ടത് മാറിയില്ലേ? അലീന ചോദിച്ചു. ഇല്ല. വേറെ ഇല്ലേ നിനക്ക്? മുഷിഞ്ഞു കിടക്കുക. അതിങ്ങ് അഴിച്ചതാ, പെട്ടെന്ന് അയൺ ചെയ്ത് തരാം. വേണ്ട, ഇതൊക്കെ മതി. 1 മിനിറ്റ്, ഇങ്ങോട്ട് താ. അലീന അവളുടെ യൂണിഫോം അഴിച്ചു വാങ്ങി തിടുക്കത്തിൽ അയൺ ചെയ്തു കൊടുത്തു. അതിൻ്റെ കോളറും ബട്ടണും ശരിയായ വിധത്തിൽ പിടിച്ചു വച്ചു. ഇടത്തെ കവിളത്ത് പൗഡർ അല്പം കൂടുതലുണ്ടായിരുന്നത് കൈത്തരം കൊണ്ട് തലോടി മാറ്റി. കവിളത്ത് ഒരു ഉമ്മയും കൊടുത്തു. സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ടാനിയുടെ മുഖത്തൊരു മന്ദഹാസമുണ്ടായി. അവൾ മെല്ലെ ശിരസനക്കി. ടെൽസ രണ്ടുപേർക്കുമിടയിലൂടെ നൂണ്ടു കയറി. എനിക്കും. അലീന അവളുടെ മുഖം പിടിച്ച് മൂക്കിൻ്റെ തുമ്പത്ത് ചെറുതായി കടിച്ചു. അയ്യോ, എന്നെ കടിച്ചേ, ടെൽസ നിലവിളിച്ചു. അലീന അവളുടെ വായി പൊത്തി അവളുടെ ഇടത്തെ കണ്ണിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിച്ചു, മതിയോ? ഉടൻ അവൾ വലത്തെ കണ്ണിന് മീതെ തൊട്ട് കാണിച്ചു. അത് തിരിച്ചു വരുമ്പം. മോളിപ്പോൾ സ്കൂളിൽ പോയിക്കേ, അലീന പറഞ്ഞു. 3 പേരെയും സ്കൂളിലേക്ക് യാത്രയാക്കിയിട്ട് അലീന തിരികെ അടുക്കളയിലേക്ക് കയറി. ഇവിടെ തൻ്റെ ഒരു ചുവട് ഉറച്ചു കഴിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി. കുട്ടികൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും വലിയ വെല്ലുവിളികൾ വരാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ടാനിയയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് ആദ്യം തന്നെ അവൾ ഊഹിച്ചിരുന്നു. വീട്ടിലെ ദുരിതത്തിനും പഠനത്തിരക്കിനും അപ്പുറത്ത് അവൾക്ക് ചില ആത്മസംഘർഷങ്ങളുണ്ട്. രഹസ്യങ്ങൾ ഉള്ളവരാണ് സംസാരിക്കാൻ വിമുഖത കാട്ടുന്നത്. 9 മണിയോടെ കുളത്തൂപ്പുഴ നിന്ന് 2 വണ്ടികൾ എത്തിച്ചേർന്നു. കാർ ആദ്യം വീട്ടുമുറ്റത്തേക്ക് വന്നു. അതിൽ നിന്ന് ഔതക്കുട്ടിച്ചായനും ബബിതയും സ്റ്റാൻലിയും ഇറങ്ങി. പുറകെ വന്ന ജീപ്പിൽ പണിയാളുകളുണ്ടായിരുന്നു. പണിയായുധങ്ങളുമായി അവരും ഇറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.